ഹാഫിളിങ്ങളെ നോക്കിയിട്ട് മലക്കൾ പറയാ തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഈ ഖൽബിനകത്ത് ഈ ഖുർആനിനെ സൂക്ഷിച്ചവരാരാണോ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. തുബാ. ഹാഫിളിങ്ങെ കൊണ്ട് മലക്കൾ ദ്വാരക്കാണ്. മാത്രമല്ല ഖുർആൻ പഠിച്ചവരുടെ മയ്യത്ത് ഖബറിൽ ഒരു കുഴപ്പം ഉണ്ടാക്കൂല. എല്ലാവരുടെയും ഖബർ ഞെരുക്കും. ഇന്നലിൽ ഖബരി ലളമ്മാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖബറിന് ഞെരുക്കമുണ്ട് സഹാബത്തെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ ഞെരുക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലൗ കാന അഹദും മിൻഹാ നാജിയാ ലകാന സഅദ് ഇബ്നു മുആദ്. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് സഅദ് ഇബ്നു മുആദിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു ഇന്നലിൽ ഖബരി ലളമ്മാ. ഖബർ ഞെരുക്കും, ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബർ ഞെരുക്കും, ഖബർ ഞെരുക്കും. ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ. ഇദാ മാത ഹാമിലുൽ ഇൻസാൻ. ഒരു ഹാഫിള് മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ഫഔഹല്ലാഹു ഇലൽ അർളി. ആ ഖബറിനോട് അല്ലാഹു പറയുമത്രേ അല്ലാ തഅകുല ജിസ്മഹു. ഏ ഖബറേ, ഈ വ്യക്തിയെ നീ തൊട്ടു പോകരുത് കേട്ടോ, ഈ വ്യക്തിയെ നീ തിന്നു പോകരുത് കേട്ടോ. ഖബറിനോട് അല്ലാഹു തആല പറയാണ്. അല്ലാഹ് നേരിട്ട് ഇടപെടുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞ പോലെ അല്ലാഹ് നേരിട്ട് ഖബറിലേക്ക് ഇടപെടുകയാണ്. തൊട്ടു പോരുത് കേട്ടോ. ആഫിളാ വരുന്നത്, ഖുർആൻ പഠിച്ചാളാ വരുന്നത്. ഉടനെ ആ ഖബർ മറുപടി കൊടുക്കുകയാണ് യാ റബ്ബി കൈഫ. പടച്ചവനെ കൈഫ കുലുഹു, ഞാൻ എങ്ങനെയാണ് അവനെ തിന്നുക. വകലാമുക ഫീ ജിസ്മിഹി, നിന്റെ പരിശുദ്ധമായ കലാം വഹിച്ചു കൊണ്ടുവന്ന ശരീരമാണല്ലോ അത്, ഞാൻ എങ്ങനെയാണ് അവനെ ഞാൻ തിന്നുക അല്ലാ. അതുകൊണ്ട് ഖബർ തിന്നൂല, ഖബർ തൊടൂല, ഖബർ ഞെരുക്കൂല, ഖബർ വേദനിപ്പിക്കൂല ഹാഫിളിനെ. ഖുർആൻ്റെ മാത്രം മനസ്സിലായ? ഇനി നിങ്ങൾക്കും ഖബർ ഞെരുക്കാതിരിക്കുക ഒരു വഴി പറഞ്ഞുതരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് عند مرض موته لم يفتن في قبره وأمن من لغطته. ആരെങ്കിലും മരിക്കാൻ സമയമാകുമ്പോൾ, ആരെങ്കിലും മരണവേളയോടടുത്ത് കിടക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് മരിച്ചാൽ ഖബറിൻ്റെ ഫിത്നകളിൽ നിന്നും അതിൻ്റെ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആശുപത്രിയിലേക്ക് പനിയാന്നും പറഞ്ഞ് പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. ഗ്യാസ് കയറി ആശുപത്രി പോലെയോ, ഗ്യാസ് കയറിയോ, ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് അറ്റാക്കെന്ന് അടിച്ചു പോയാലും പ്രശ്നമില്ല. ആംബുലൻസിൽ കൊണ്ടുപോവുക, അടുത്തിരിക്കുന്നവർ വേണം ഇഖ്ലാസ് ഓത്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോടി എടി. അത് ഞാൻ ഉസ്താദിൻ്റെ വാതിൽ കേട്ട് മരിക്കാൻ പോകുന്നവരാ തോന്നുന്നത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോ? ഓതുകാക്ക മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോയിക്കൂടെ? ഇഖ്ലാസ് ഓതിക്ക്. ആശുപത്രി പോകുമ്പോൾ ഇഖ്ലാസ് ഓതിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബർ വേദനിപ്പിക്കൂല. ഇഖ്ലാസ് ഓതി മരിച്ചാൽ അള്ളാഹ് ഓതി മരിക്കാൻ ഭാഗ്യം തരട്ടെ. വലിയ തൗഫീഖാണ് സൂറത്തുൽ ഇഖ്ലാസ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നമസ്കരിച്ചവരെ, ഓതിക്കിടന്നവരെ പോലെയാണ്. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും രാത്രി ഓതിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റൂലേ? എങ്ങനെ ഞാൻ ഓതും പ്രവാചകരെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ ഖുർആൻ മുഴുവതും ഓതിയവരെ പോലെയാണ്. അപ്പം എല്ലാ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിട്ട് കിടക്കാൻ പറ്റും.
3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടക്കണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തൗഫീക്ക് കിട്ടിയാൽ അവർ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കണം. അസുഖം പിടിച്ചവരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഓതിക്കണം. ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം ഓതണം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം വലുതാണ്. അത് ഒരു 2 മണിക്കൂറത്തെ പ്രസംഗമാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഖുർആൻ്റെ മൊത്തം ഒരു പരിചയം ഞാൻ നടത്തിയിട്ട് പോവാം. എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ. എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ. അസുഖമുണ്ടോ? അസുഖം മാറാൻ അല്ലാഹു തആല 600 ആൻറ്റിബയോട്ടിക് പറയുന്നുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وإذا مرضت فهو يشفين أعجمي وعربي قل هو للذين آمنوا هدى وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور. ഒരായത്തിന് 100 ഡിഗ്രി 600 ഡിഗ്രി ഓതിക്കോ. 6 ആയത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഷിഫാൻ്റെ ആയത്താണ്. ഷിഫ. നമ്മൾ ആദ്യമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. പെട്ടെന്ന് അസുഖം വരുമ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. കൊണ്ടുപോകുന്ന വഴിയിൽ നീ ആദ്യമായിട്ട് ആ രോഗിയുടെ മേൽ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഓതിക്കൊടുക്കണം. നീ ഓതിക്കൊടുക്കണം. ഫാത്തിഹയുടെ ബർക്കത്തുണ്ടാവും. ആയത്ത് കുർസി ഓതിക്കൊടുത്തുകൊണ്ടിരിക്കണം. ലൗ അൻസൽന ഓതിക്കൊടുക്കണം. എന്തോ ഒരു പാറുകാലി, എന്തോ ഒരു പഴുതാര അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് തുപ്പൽ മെല്ലെ പുരട്ടി കൊടുത്തു. ശിഫയായി. സംഭവം ശിഫയായി. അതാണ് അതിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഖുർആൻ ശിഫയാണ്. ഖുർആൻ പറഞ്ഞ വാക്കാ. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട്, രോഗശമനമുണ്ട്. രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്. രോഗശമനമുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട്, 14-ാമത്തെ ആയത്ത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ക്യാൻസർ രോഗികൾ അധികമായി അത് ഓതിക്കൊണ്ടിരിക്കണേ. എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ടല്ല മാറ്റിക്കൊടുത്തു. ക്യാൻസർ രോഗികൾ ഓതണം. സൂറത്തുൽ മുൽക്ക് അതിനകത്തുള്ള 14-ാമത്തെ ആയത്താണ്. അള്ളാഹ് മാറ്റിത്തരും. കണ്ണീറുണ്ടോ, കമ്പേറുണ്ടോ, സിഹർ മാരണം ബാധിച്ചിട്ടുണ്ടോ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് 33 പ്രാവശ്യം വീതം ഓതി ശരീരത്തിൽ തടവണേ എല്ലാ സമയവും. ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും 3 പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതണം. എങ്ങനെ ഓതണ്ടേ? ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, രണ്ടാമത് ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, മൂന്നാമത് ഖുൽ അഊദു റബ്ബിൻ നാസ്. വീണ്ടും ആദ്യം ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. മൂന്നാമതും ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. സുബഹിക്കും മഗ്രിബിനും. ഏവം കൂടോത്രം ചെയ്താൽ ഏക്കൂല, തിരിച്ചങ്ങോട്ടടിക്കും. ചെയ്ത് നോക്ക്. നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാണ്. അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന് കറങ്ങാണ് സംഭവം. പലരും നോക്കുന്നുണ്ട്. നടക്കൂല, കയറൂല, സംഭവം കയറൂല. സുബഹി നിസ്കരിക്കണം. സുബഹി 5:45, 8:15 8:15 സുബഹി നിസ്കരിച്ച് ഇത് ഓതിയാൽ തിരിച്ചിങ്ങോട്ട് തന്നെ അടിക്കും സംഭവം. 5:45 സുബഹി നിസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. അങ്ങനെ ഓതി ശരീരത്തിൽ ഓതി. ഒരു സിഹറും ബാധിക്കില്ല ഹബീബേ. നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത്. ഏറ്റവും വലിയ മരുന്നായിരുന്നത്. 8 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ?
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുല്ലു റബ്ബിൽ ഫലക് കുല്ലു റബ്ബിനാസ് രണ്ടും കൂടെ 11 ആയത്തുകളാണ്. 11 കെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബി തങ്ങളെ വേദനിപ്പിച്ചതാണ്. അങ്ങനെ കിടന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ വേദനിക്കുന്നുണ്ടല്ലേ? ഒരുത്തൻ ചെയ്തതാ, അവൻ്റെ പേര് പറയണം. എനിക്ക് പേരൊന്നും അറിയണ്ട ജിബ്രീൽ, ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അള്ളാഹു ഒരു 11 ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 11 ആയത്ത് ഓതുമ്പോൾ ആ 11 കെട്ടുപൊട്ടും. അങ്ങനെയാണ് ഈ 11 കെട്ടും പൊട്ടി നബീന റസൂൽ തങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓതിയാൽ മതി. ധൈര്യമായിട്ട് ഓതിക്കോ, മക്കൾക്കൊക്കെ ഓതിക്കോട്. അമ്മക്ക് ഈമാനില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കബൂലാവാത്തത്. കട ഉണ്ടോ? കടമാറാ സൂറത്തുണ്ടല്ലോ, കടം മാറും. എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞിട്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ പറയണേ, മുടങ്ങരുത്. സൂറത്തുൽ വാഖിയ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ച് കിടക്കുകയാ മരണശയ്യയിൽ. അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് അമീറായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. 8 പെൺമക്കളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ല അബ്ദുല്ലാ, നിനക്ക് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ ഞാനിതാ ഓഫർ ചെയ്തിട്ടുണ്ട്. ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട്, കാരണം നീ സുഖമില്ലടക്കാണ്. മാത്രമല്ല നിൻ്റെ മക്കൾ 8 മക്കൾ പെൺമക്കളാണ്. ജീവിക്കാനൊരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ കിടക്കയിൽ കിടന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വേണ്ട. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല യൗമിൻ ലം യദുർറുഹു ഫഖ്റുൻ വഫാഖാ കമാ ഖാല അലൈഹിസ്സലാം. എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമുണ്ട്. ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ 8 പെൺമക്കളോടും ഞാനത് ഓതാൻ പറയുന്നു. ഇന്നും എൻ്റെ മക്കളത് ഓതും. അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. നമ്മളാണെന്നെങ്കിൽ പോരട്ടെ എൻ്റെ പെൺമക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും. അതുവരയ്ക്കും നിസ്കരിക്കാനും വയ്യ, സുഖമില്ലാത്തവനുമാണ്. അതുവരയ്ക്കും നിസ്കരിക്കാനും വയ്യ, സുഖവുമില്ല. പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ തല ഇങ്ങനെയാണ്, കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും. ആ സമയത്ത് കാസർഗോട്ടുകാർ പറയും, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ICUവിൽ കിടക്കുമ്പം അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അതൊരു സ്പെഷ്യലാണ്, പത്തലും പോത്ത് കറിയും, പോത്ത് പുരട്ടിയതും പത്തലും എന്നാ പറയുക. അതുകൊണ്ട് അവനെ ഒന്ന് മണപ്പിച്ചാൽ മതി, അപ്പോഴേ ചാടി എഴുന്നേക്കും അവൻ. അത്രയ്ക്കും ടേസ്റ്റാണ്. എന്ന് പറഞ്ഞ പോലെ എത്ര രോഗിയായാലും സുഖമില്ലാതെ നടന്നാലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണുറക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അള്ളാഹു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടൂല എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിയ വീട്ടിൽ പാരായണം ചെയ്യണേ. എല്ലാവരും ഓതോ? ഇത് ഓതുന്നവരത് കൈവയ്ക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒരു 50% അല്ലേ, ഒരു 60% ഓതുന്നവരാണ്. നിങ്ങൾക്ക് കടമൊന്നുമില്ലല്ലോ അല്ലേ? നീ സൂറത്തുൽ വാഖിയ ഓതിയിട്ട് ലോൺ എടുക്കാൻ പോയിട്ട് കടം തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്. വാഖിയ ഓതിക്കൊണ്ടിരിക്കും. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വാഖിയ ഓതി ലോൺ ഇടയാളിയ ഒരു 50 ലക്ഷം അവിടെ എടുത്ത് പറ്റാം. 2 പ്രാവശ്യം ഓതാം, രാവിലെ ഓതാം, വൈകിട്ട് ഓതാം. പെട്ടെന്ന് നടച്ചു തീർക്കട്ടെ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സൂറത്തുൽ വാഖിയ ഓതിക്കോ, കടം വരില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മളങ്ങനെ വിശ്വസിച്ച് ഓതി നോക്ക്. മക്കളെ കൊണ്ട് വൈകിട്ട് ഓതിക്കണം എല്ലാ ദിവസവും. നരകത്തിൽ പോകാതിരിക്കാൻ ഒരു സൂറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു.
സൂറത്തു ദുഖാൻ എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ. ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഖാൻ ഓതിയാൽ ലാ യദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കൂല, നരകത്തിൽ പോവില്ല. എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച സൂറത്തു ദുഖാൻ ഓതണം, നരകത്തിൽ പോവില്ല ഇൻഷാ അല്ലാഹ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയാണ്, ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയതൻ മൻ ഖറഅഹാ ഇൻദ നൗമിഹി കതബല്ലാഹു ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിആ വറുഫിഅ ലഹു 30 ദറജാ വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക ലിയഹ്ഫിളഹു മിൻ കുല്ലി സൂഇൻ ഹത്താ യസ്തൈഖിള വഹിയ മുജാദില ഐ തുജാദിലു സാഹിബഹാ ഫിൽ ഖബ്രി കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തു ഫീ ഇന്നി വജദ്തു ഫീ കിതാബില്ലാഹ്, അങ്ങനെയുണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ. മൻ ഖറഅഹ ഇൻദ നൗമിഹി, ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ, പാരായണം ചെയ്താൽ, ഉറങ്ങുന്ന സമയത്ത്, മഗ്രിബ് കഴിഞ്ഞ മുതൽ ഓതാം, മഗ്രിബ് കഴിഞ്ഞിടം മുതൽ ഓതാം. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ അല്ലാഹു തആല 30 നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തും, 30 തിന്മകൾ അല്ലാഹ് ഡിലീറ്റ് ആക്കും, 30 പദവികൾ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ഉയർത്തും. തീർന്നില്ല. വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു തആല അവൻ്റെ വീട്ടിലേക്ക്, ബെഡ്റൂമിലേക്ക് അയക്കും. ലിയഹ്ഫിളഹു മിൻ കുല്ലി സൂഇൻ ഹത്താ യസ്തൈഖിള, നേരം വെളുക്കുന്നത് വരെ ഒരാപത്ത് വരാതെ, ഇടങ്ങേറ് വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലക്ക് അവന് ആ വീട്ടിൽ കാവൽ നിൽക്കും. തീർന്നില്ല. ഇവൻ്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഈ ഖബറിൽ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാദപ്രതിവാദം നടത്തി ഈ മയ്യത്തിനെ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്താണ്. അത് ഓതുന്നവർ എല്ലാ ദിവസവും കൈവെക്കും. വാക്കിയേക്കാളും കുറവാണ്, വാക്കിയേക്കാളും കുറവാണ്. ഫുലൂസിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും ഓതുന്നുണ്ട്. ഫുലൂസിൻ്റെ വിഷയത്തിൽ കടമുണ്ടാവാതിരിക്കാൻ എല്ലാവരും കൈവക്കി. പക്ഷേ ഖബറിൻ്റെ വിഷയം വന്നപ്പോൾ എന്താ പൊക്കാൻ പേടിയില്ലേ? ഖബറിനെ കുറിച്ച് പേടിയില്ലേ? ഖബറിനകത്ത് പോകണ്ടേ? അവിടെ രക്ഷപ്പെടണ്ടേ? ഇന്ന് മുതൽ ഓതണം കേട്ടോ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറ. ഇന്ന് മുതൽ ഓതണം. ഖബറിനകത്ത് ആരുമില്ല, വാപ്പായില്ല, ഉമ്മയില്ല, ആരും വരില്ല. ഒറ്റയ്ക്ക് പോകണം അല്ലേ? ഇല്ലേ ഉസ്താദേ? ആരെങ്കിലും വരുമോ? ഒരു മനുഷ്യൻ വരുമോ? പ്രസിഡന്റ് ഭാര്യ കൂടെ വരുമോ? സെക്രട്ടറി എഴുന്നേറ്റ് പോയോ? ആരും വരില്ല. സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട്. ഇത്ത കൂടെ വരൂലല്ലോ നിങ്ങൾ മരിച്ചാൽ? ഇല്ല, ആരും വരില്ല. ഒരു മനുഷ്യനും കൂടെ വരില്ല, ആരും കാണില്ല. അപ്പം എന്താവും? നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആനാണ്. അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് വരും അവിടെ. സൂറത്തുൽ മുൽക്ക് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഖബറിനകത്തൊരു സഹായം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടന്നോളി. കാണാതെ പഠിക്കും, മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും. എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇശാഇന് മുമ്പായിട്ട് ഓതുന്ന 4 സൂറത്ത്: 1 സൂറത്ത് യാസീൻ, 2 സൂറത്തുൽ മുൽക്ക്, 3 സൂറത്തു സജദ, 4 സൂറത്തുൽ വാഖിഅ. ഓതി തീർക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നാളെ 14 രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് സൂറത്തുൽ ഖമർ പാരായണം ചെയ്യട്ടെ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും കേട്ടോ, ഒന്നുകിൽ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ ഗിബ്ബൻ ലൈലത്തൻ വലൈല. ഗിബ്ബൻ ഒന്നിടവിട്ട്
ഇന്ന് അല്ലെങ്കിൽ നാളെ ഓതണ്ട, മറ്റന്നാളെ. അങ്ങനെ ഒന്നരാടം സൂറത്തുൽ ഖമർ ഓതിയാൽ ഇഖ്തറബത്തിസ്സാഅതു വൻഷഖൽ ഖമർ, സൂറത്തുൽ ഖമർ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഓതണേ, ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് നിങ്ങൾ ഓതിയാൽ ലഖിയല്ലാഹ തആല വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി, നാളെ അല്ലാഹുവിനെ 14 രാവിലെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ ഇവൻ്റെ മുഖം പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.